പത്തുലു വേഗം പോട്ടെ വേഗം. നീ എത്ര പെട്ടെന്ന് പോകുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ഡോക്ടർ ജഡ്കയുടെ അടുത്ത് എത്തിക്കൂടെ? ഞാൻ മനുഷ്യനാണ്, അല്ലാതെ മിഷേനൊന്നും അല്ല. വെറുതെ പുറകിൽ കയറിയിരുന്നിട്ട് വാചകടിക്കുക എന്നോട് വേഗത്തിൽ പോകാനായിട്ട്. മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യ, 2 ടയറും പഞ്ചറായി. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ, നമുക്ക് ഈ കുതിരപ്പുറത്ത് കയറി പോയാലോ? എന്താ? അടിപൊളി ഐഡിയ ആണല്ലോ. പഞ്ചറാവുന്നതിനെ കുറിച്ച് പേടിക്കണ്ട, ഡീസൽ അടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. വയറ് നിറച്ച് പുല്ല് മാത്രം കൊടുത്താൽ മതി. നമുക്ക് പോകേണ്ടടുത്തൊക്കെ ഇത് കൊണ്ടുപോയിക്കോളും. പൊളിച്ചെടുത്തല്ലോ. മോട്ടു പത്ലു, നിങ്ങൾ ഈ കുതിര എപ്പോഴാ വാങ്ങിയത്? മേടിച്ചതല്ല, കാട്ടിൽ ചെന്ന് ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചതാ. അല്ലേ പത്ലു? ഡോക്ടർ ജഡ്ക, ഈ കുതിര വളരെ ഉപകാരപ്രദമാണ്. ഞങ്ങൾ എല്ലായിടത്തും ഇനി ഇതിലാ പോകുന്നത്. വരൂ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. അതെ, എന്റെ രോഗികളാണ് സത്യം. എന്റെ നടുവിന്റെ ഞട്ടും പോട്ടും ഇളക്കിയത്. മമ്മി, ഈ കുതിര ആള് തരികടയാണല്ലോ. മോട്ടു ഓടിക്കോ. ആഹാ, കൊള്ളാലോ. ഉഗ്രം കുതിരയാണല്ലോ. എവിടുന്ന് സംഘടിപ്പിച്ചു? അതൊക്കെ എന്ത് പറയാനാ, കൊടുങ്കാട്ടിൽ ചെന്ന് ഞങ്ങൾ ഇതിനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഓടിച്ചിട്ട് പിടിച്ചതാ. അതെ, നിന്റെ കുതിര ഇതാ എന്റെ പച്ചക്കറികളെല്ലാം തിന്നു തീർക്കുന്നു. വിളിച്ചോണ്ട് പൊക്കോ ഇതിനെ. 100 രൂപയും തന്നേക്ക്. എന്റെ കുതിരയെ നീ ഇതെന്താ കാണിച്ചത്? നീ ഇപ്പൊ തിന്നതൊന്നും പുല്ലല്ല, പച്ചക്കറികളാ. നീ കാരണം എല്ലായിടത്തും ഇങ്ങനെ പൈസ കൊടുത്താലേ ഞങ്ങൾ ദരിദ്രവാസികളായി പോവും. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ കയറ് വെച്ചങ്ങ് കെട്ടിയിടും. പിന്നെ കഴിക്കാനും കുടിക്കാനും ഒന്നും തരില്ല. കാട്ടുകുതിരയൊക്കെ കാട്ടിൽ തന്നെയാ താമസിക്കേണ്ടത്. കണ്ടില്ലേ പുറംകാലം കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചത്. ഒരുപാട് കഷ്ടപ്പെട്ട നല്ലൊരു കുതിരയെ കിട്ടിയത്, അതും അതിന്റെ പാട്ടിന് പോയി. മോട്ടു, എന്റെ ബ്രോ, എന്റെ ചങ്ക്, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഇത് കണ്ടോ, റോബോട്ട് കുതിര. ഇതിൽ കയറി എവിടെ വേണേലും പോയിക്കോ. ആരുടെയും പച്ചക്കറികൾ പോയിട്ട് ഇത് പുല്ല് പോലും തിന്നില്ല, അറിയാമോ? ഇതിന്റെ ബാറ്ററി എങ്ങനെ ഇടയ്ക്ക് തീർന്നു പോവുകയാണെങ്കിൽ നീ എന്റെ അടുത്ത് കൊണ്ടുവന്നാ മതി, ഞാൻ ചാർജ് ചെയ്ത് തരാം. എന്റെ വലിയേട്ടാ, ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. താങ്ക് യു, താങ്ക് യു. ചേട്ടാ, ചേട്ടാ, കള്ളൻ,
അയ്യോ എന്റെ ആഭരണങ്ങളെല്ലാം പോയല്ലോ ചേട്ടാ, പിടിക്കാവരെ, എന്നെ എല്ലാം കൊണ്ടുപോയേ, പിടിക്കാമാരെ. ഇതിപ്പോ തിന്നത് മുഴുവൻ ആഭരണങ്ങളാ. വേഗം വിട്ടോ, ഇല്ലെങ്കിൽ ഉമ്മാൻ നമ്മളെ കൊല്ലും. ഈ ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ദിവസം മുഴുവനും മോഷ്ടിക്കുന്നു, അപ്പ കിട്ടി മോഷ്ടിക്കുന്ന കുതിര. ഇനി ഞാനൊരു കലക്ക് കലക്കും. ജോൺ നിൽക്കാനാ പറഞ്ഞേ. ഇല്ല, തിന്നുന്ന കുതിരയെക്കാളും ഒരു ഭയങ്കര കുതിര തന്നെയാണല്ലോ നമുക്ക് കിട്ടിയത്. ഇടരുത് ഈ കുതിരയെ. വിട്ടോ, ആ കുതിരയുടെ പുറകിൽ തന്നെ വിട്ടോ. കുതിരയെ, നീ ശരിക്കുള്ള കുതിരയാണ്. നിനക്കതിൽ അഭിമാനം കൊള്ളാം കുതിരെ. ആ ഡ്യൂപ്ലിക്കേറ്റ് കുതിര നിങ്ങളുടെ വർഗത്തിന് തന്നെ നാണക്കേടാ. നിന്റെ മനസ്സിനകത്ത് അല്പമെങ്കിലും ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ ആ കുതിരയുടെ പുറകിൽ പോ കുതിരെ. ഇല്ലെങ്കിൽ എല്ലാവരും നിങ്ങളെയൊക്കെ കള്ളക്കുതിര എന്ന് വിളിക്കും. നിങ്ങളുടെ കുതിരക്കുട്ടികളെ സമൂഹം കല്ലെടുത്തെറിയും. കള്ളൻ കള്ളൻ എന്ന് വിളിക്കും. കുതിരയ്ക്ക് ശരിക്കും കൊണ്ടുവന്നു. ഹലോ ഡോക്ടർ ജഡ്ക. എന്റെ പുറകെ വെറുതെ ഇങ്ങനെ വരണ്ട. ജോണിനെ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യ, അതൊരിക്കലും നടക്കില്ല. ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെ ആയിരിക്കും ഡോൺ. എഴുന്നേൽക്ക്, ഓടി അവന്റെ പുറകെ പോ. പൊളിച്ചേ. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, എംപോസിബിൾ. ചിങ്കം സാറേ, പെട്ടെന്ന് അങ്ങോട്ടാ പോയത്. Stop in the name of law. ഭാരത മാതാവാണ് സത്യം. നിന്നെ താങ്ക് യു. ഇതെന്താണ് ഈ കാണിക്കുന്നത്? എന്തോ ഈ കാണിക്കുന്നത്? ഡോക്ടർ ജഡ്ക എന്ത് പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഇനി എന്ത് ചെയ്യും? വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ പെട്ടെന്ന്. ഐഡിയ. എന്തിനാ ഇവിടെ ഇപ്പൊ ഡാൻസ് കോമ്പറ്റീഷൻ ഒക്കെ വെക്കുന്നത്? അവരിടങ്ങൾ മോഷ്ടിക്കുന്നത് മാത്രമാണ് നമ്മുടെ ജോലി. വേഗം ഇവിടുന്ന് സ്ഥലം കൊണ്ട്.
കൊള്ളാൻ പറ്റലു, നിന്റെ ഐഡിയ അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ വയറ്റിൽ എന്റെ കുറച്ച് സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിരയെ കൊണ്ടുപോയിക്കോ. ഓ, അതിന്റെ വയറ്റിൽ നിങ്ങളുടെ സാധനങ്ങളല്ല ഉള്ളത്, എന്റെ തോക്കാണുള്ളത്. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ആ തോക്ക് എനിക്ക് തിരിച്ചെടുത്ത് തരണം. ജോൺ, നീ എന്നോടൊപ്പം വരണം. നീ ഇപ്പൊ മറന്നു കാണും, ഈ ചിങ്കത്തെറ്റടുന്ന് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. താങ്ക് യു കൂട്ടുകാരാ, നീ ഞങ്ങൾ ഒരുപാട് സഹായിച്ചു. നീ വളരെ നല്ലവനാണ്. പൊളിച്ചേ. ചിങ്കം സാറേ, നിങ്ങൾ വേണം ഞങ്ങളുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ. വേണ്ട മോട്ടു, വേണ്ട. നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ട് ഞാൻ അപ്പോഴൊക്കെ പ്രശ്നങ്ങൾ കുടുങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എനിക്കത് വേണ്ട. അങ്ങനെ പറയരുത് പ്ലീസ് ചിങ്കം സാർ, പ്ലീസ് 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 പ്ലീസ്. നിങ്ങളാണ് ഞങ്ങളുടെ ഭാഗ്യക്കുറി സാറേ. ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇനോഗ്രേഷൻ ഞാൻ നടത്താം. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് എനിക്ക് ഡബിൾ ബെഡ് വേണം. ഇതാണ് എന്റെ അഡ്രസ്. ഞാനും ഡോക്ടർ ജഡ്കയും കൂടി ഡബിൾ ബെഡ് ഉണ്ടാക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടി വേറെ എന്തെങ്കിലും ഉണ്ടാക്ക. ഇത് കണ്ടോ, ഞാനൊരു ചെയർ ഉണ്ടാക്കി. ഇപ്പൊ നോക്ക്, നേരെയായില്ലേ നമ്മുടെ ആദ്യത്തെ ചെയർ. ആദ്യം ഞാനിരിക്കാം. വേണ്ട, ഞാൻ ഇരുന്നോളാം. ഒന്ന് മാറിയേ, ആദ്യം ഞാനിരിക്കാം. അതെ, ഈ കസേരയിൽ ആദ്യം ഞാനൊന്നിരിക്കട്ടെ. ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചെയറാ, നിങ്ങളൊക്കെ ചേർന്നത് പൊട്ടിച്ചു അല്ലേ? പൊളിക്കടുത്തല്ലോ. നിങ്ങൾ എല്ലാരും ഒന്ന് സഹായിച്ചാ ഞാൻ എടുക്കുന്ന ഈ അലമാരുടെ പണി പെട്ടെന്ന് തീരുണ്ടോ? തരൂ തരൂ, ഞാൻ സഹായിക്കാം. ഡോക്ടർ ജഡ്ക പത്ലു, നിങ്ങൾ രണ്ടുപേരും ഡബിൾ ബെഡ് ചെയ്തോളൂ. നോക്കൂ ഗസീട്ടറാം, ഞാൻ എത്ര പെട്ടെന്നാണ് അലമാരയ്ക്ക് വാതിൽ വെച്ചതെന്ന്. പൊളിക്കടുത്തല്ലോ. മോട്ടു, നീ എന്നെ അലമാരിക്കകത്ത് പൂട്ടി. എന്നൊന്ന് വേഗം പുറത്തേക്ക് ഇറക്ക്. ഡോറെന്താ തുറക്കാൻ പറ്റാത്തത്? കാരണം മോട്ടു വാതിലിന്റെ പിടി പുറകിലാ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അലമാരി തിരിച്ചാ പണിഞ്ഞിരിക്കുന്നേ. തിരക്കില് വിട്ടുപോയതാ. ഗസീറ്ററാം, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോട്ടു ഈ വാതിൽ തിരിച്ചാ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാ ഞങ്ങള് വാളുകൊണ്ട് മുറിച്ച് നിങ്ങളെ പുറത്തെടുത്തോളാം. വേണ്ട വേണ്ട, അത് വെച്ച് മുറിക്കല്ലേ. ഞാൻ അകത്തല്ലേ ഉള്ളത്. വേഗം രക്ഷിക്കണേ. മമ്മി, അമ്മച്ചി. അതെ, നമുക്ക് ആ മോട്ടു പത്രോട് ഒരു പാഠം പഠിപ്പിക്കണം. അവര് കാരണം നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു. അവരോട് ദേഷ്യം തോന്നല്ലേ സിംഗം സാർ? ഒരുപക്ഷെ അവര് മനഃപൂർവ്വം ചെയ്തതൊന്നും ആയിരിക്കില്ല. പൊളിക്കത്തല്ല, പൊളിക്കത്തല്ല, പൊളിക്കത്തല്ല.
ഇന്ന് ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. എല്ലാരും പിടിച്ച് ഞാൻ ജയിലിലിടും. ആ ചിങ്കം സാറെ, നിങ്ങൾ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് എന്താ ദേഷ്യം വരാത്തെന്ന്. നിങ്ങൾക്ക് ഫർണിച്ചർ മേടിക്കാനുണ്ടല്ലേ? ഒരു ആണി പോലും പിടിക്കാറിയില്ല. നീയൊക്കെയാണ് കാർപ്പൻറ്റർ ആവാൻ പോണത്. തന്നെ ഞാൻ കാണിച്ചുതരാം ആണി എങ്ങനെ പിടിക്കേണ്ടതെന്ന്. ദാ ഇത് നോക്ക്, ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. എന്റെ അമ്മോ! ചിങ്കം സാറെ, നിങ്ങൾ ഓരോ കുഴിയിലും ചെന്ന് ചാടുവാണല്ലോ. എന്നിട്ട് വെറുതെ മോട്ടു പത്തിലേനെയും കുറ്റം പറയുക. ആണി പിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ലേ മോട്ടു? വരാനുള്ളത് തീർച്ചയായും ഓട്ടോ പിടിച്ചെങ്കിലും വന്നിരിക്കും. ഞാൻ ഇവിടെ ഒരു ഭാഗത്ത് മിണ്ടാതിരിക്കുമല്ലേ? നിങ്ങൾ പറ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് നിങ്ങൾ എഴുന്നേക്കുമ്പോഴാ. അത് നിങ്ങൾക്കല്ല, ഞങ്ങൾക്കാ. ഇതാ ഞാൻ എഴുന്നേറ്റു. എന്തു പറ്റി? ഇതെന്ത് സംഭവിച്ചു? ഈ ടേബിൾ എന്റെ പുറകിൽ ഒട്ടിപ്പിടിച്ചത് എങ്ങനാ? പെട്ടെന്ന് അത് എടുത്തു മാറ്റാം, അല്ലെങ്കിൽ രണ്ടിന്റെ എല്ല് ഞാൻ നോക്കിയെടുക്കും. ഒന്നുകൂടി വലിച്ചു പിടിക്ക് മുറുക്കനെ ഐലസ. എന്റെ അമ്മോ! ഒരു മിനിറ്റ് ബോക്സർ ഏട്ടാ, ഒരു മിനിറ്റ്. ഞാൻ ഈ ആക്സോ ബ്ലേഡ് കൊണ്ട് അത് മുറിച്ച് മാറ്റി തരാം. അയ്യോ വേണ്ട വേണ്ട, എന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ടേബിളിന് പകരം എന്ത് മുറിച്ചു മാറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അവിടുന്ന് ബോക്സർ അവിടെ നിക്ക്. ഇന്ത്യ നിയമമാണ് സത്യം. ഇപ്പൊ താൻ പറഞ്ഞേ തനിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ടാവല്ലോ. അമ്മച്ചി, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഓ, ചിങ്ക അകത്ത് തന്നെ ഇരിക്കട്ടെ. പുറത്തേക്ക് വന്നാൽ ഈ കസ്റ്റമർ ചിലപ്പോ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. എന്റെ ഡബിൾ ബെഡ് ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? ആ, അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു സാറേ. വന്ന് നോക്കൂ. എന്നെ പുറത്തേക്ക് വിടൂ. എന്നെ പുറത്തേക്ക് വിടാൻ. കണ്ടില്ലേ സാറേ, എത്ര വലിയ അറയാണെന്ന്. സാറേ, സാറിത് എങ്ങോട്ടാ പോയത്? തുറക്കണോ ഇത്? ഓ, കട്ടില് അകത്തല്ല, കട്ടില് ബോളിലാ ഉറങ്ങേണ്ടത്. പൊളിക്കടത്തല്ലോ. ഇന്ന് നമുക്ക് ഒരുപാട് തല്ല് കിട്ടുന്ന തോന്നുന്നേ. ഓടിക്കോ. സോറി സാർ, വെരി സോറി. പെട്ടെന്ന് ഈ ബെഡ് എന്റെ വീട്ടിലേക്ക് എത്തിക്ക്. പൈസ ഞാൻ അവിടെ വെച്ച് തരാം. ഓക്കെ സാർ. വിടില്ല ഞാൻ. ഒറ്റൊരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. വിടില്ല ഞാൻ. അവിടെ നിക്ക്. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ. ഓട്ടിപ്പോത്തലൂ. നമ്മൾ ഇതും എടുത്തോണ്ട് എന്തിനാ ഓടുന്നത്? ഇതിന് താഴെ ചെറിയ ചെറിയ വീലുകൾ ഉണ്ടല്ലോ. എന്നാ പിന്നെ നമുക്കിത് ഉരുട്ടി കൊണ്ടുപോകാം മോട്ടോ. എന്റെ അമ്മോ, അവിടെ നിക്ക്. മോട്ടു പത്ലു, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. വേണ്ട വേണ്ട. എന്റെ അമ്മോ, എടോ ബോക്സർ, തനിക്കിപ്പോ ദേഷ്യം വരുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ പറഞ്ഞോ. എടോ, ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. പറഞ്ഞോ. സാറേ, എനിക്ക് വരുന്ന ദേഷ്യം എത്രയാണെന്ന് അറിയാവോ? ഇന്ന് ആ രണ്ടിനെയും ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്, അറിയാവോ? അങ്ങനെ തന്നെ വേണം. അവന്മാരെ നമ്മൾ ഇടിച്ച് ചമ്മന്തിയാക്കണം. എന്റെ അമ്മോ, ഞാൻ അവരെല്ലാം തല്ലാൻ പറഞ്ഞത് മോട്ടു പത്ലൂനെ, എന്നെ അല്ല. നമ്മുടെ പുറകിൽ തന്നെ ചിങ്കം സാറുണ്ട്. വേഗത്തിൽ വിട്ടോ, വേഗത്തിൽ വിട്ടോ. ഇതിലും കൂടുതൽ സ്പീഡിൽ എനിക്ക് ഓടാൻ പറ്റില്ല. വെറുതെ വിടാൻ പോകുന്നില്ല. ഐഡിയ. അവിടെ നിൽക്ക്. ഇങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത്. അങ്ങോട്ട് നോക്കിയേ.
അവന്മാരകത്ത് തന്നെ ഉണ്ട്. അകത്തേക്ക് പോവാം. അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. എന്തിനാ എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇടിക്കുന്നത്? അവന്മാരെയല്ലേ തല്ലേണ്ടത്. എന്റെ അമ്മോ, ഇത് മോട്ടുവല്ലേ? ബോക്സറിട്ടാ വേഗം വരണം. നിങ്ങളോടാ പറയണത് വേഗം വരാൻ. വേണ്ട. എന്റെ അമ്മോ, നിങ്ങളെല്ലാരും ചേർന്ന് എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നത്? ഒന്ന് മതിയാക്ക്. സോറി ആ മോട്ടും പത്തിലും എവിടെ പോയി? ഓടിക്കോ. ഡോക്ടർ ജഡ്കിൻ ഗസീറ്ററാമും നമ്മളെ ഇട്ടിട്ട് പോയി. നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഈ ബെഡ് മുകളിലേക്ക് എത്തിക്കണം. വരൂ, വേഗം മുകളിലേക്ക് ചെന്ന് ഈ കട്ടിൽ കൊണ്ടുപോയി ആ വീട്ടിനകത്തിടാം. ദൈവത്തിനോട് നന്ദി പറയണം, കാരണം ആ ബോക്സർ ഇവിടെ ഇല്ലല്ലോ. എന്റെ അമ്മോ. എടോ മോട്ടു പത്ലു, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ന് ഞാൻ രണ്ടിനെയും വിടാൻ പോകുന്നില്ല. അവിടെ നിൽക്ക്.